ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഇരുണ്ട ഭൂഖണ്ഡത്തിൽ സായി ദീപം. ശ്രീ കസ്തൂരി സരസമായി ഒരിക്കൽ എഴുതി, മറ്റുള്ള ആധ്യാത്മിക നേതാക്കൾ അമേരിക്ക പോലുള്ള വമ്പൻ രാജ്യങ്ങളിൽ പോയപ്പോൾ നമ്മുടെ ഭഗവാൻ പോയത് ആഫ്രിക്കയിലേക്ക്. ഇക്കാരണം കൊണ്ട് തന്നെ ആ യാത്രയ്ക്ക് ദിവ്യമായ ഒരു സന്ദേശം ഉണ്ടാകണം. വരും കാലം അതിൻ്റെ യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്തിയേക്കാം. ഭഗവാൻ ബാബ ഒരേ ഒരു വിദേശ രാജ്യമേ സന്ദർശിച്ചിട്ടുള്ളൂ, അത് ആഫ്രിക്കയും. ഭഗവാന്റെ 42-ാം വയസ്സിലായിരുന്നു. 1968 ജൂൺ. ഇരുളടഞ്ഞ ഭൂഖണ്ഡത്തിലേക്ക് ആത്മജ്യോതി പ്രകാശിപ്പിക്കാൻ ഭഗവാൻ നേരിട്ടു ചെന്നത്. മുംബൈയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മട്ടുപ്പാവിൽ തിങ്ങി നിറഞ്ഞു നിന്ന് ഭഗവാൻ കയറിയ വിമാനം ബോയിങ് 707 പുറപ്പെട്ടപ്പോൾ ജയാരവം മുഴക്കി. അവിസ്മരണീയമായ ആ യാത്ര അങ്ങനെ ആരംഭിച്ചു. ആഫ്രിക്കയിലെ നെയ്റോബിയിൽ വിമാനമിറങ്ങുമ്പോൾ നന്ദലാല യദു നന്ദലാല എന്ന ഭജന പാടി ഭക്തജനാവലി ഭഗവാന് സ്വാഗതമോദി. ഭഗവാന്റെ യാത്രാ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ CG പട്ടേൽ പുഷ്പാലങ്കൃതമായ കാർ ഭഗവാന് വേണ്ടി ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് കാറിൽ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലേക്ക് 407 മൈൽ ദൂരം. വഴിയരികിൽ മാറഡാമ്പി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നെഴുതിയ കമാനങ്ങൾ ഉയർന്നിരുന്നു. പാതയുടെ ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന ഗ്രാമീണ ജനത. ഈശ്വരാവിർഭാവം ഉണ്ടാകുമ്പോൾ അത് ദർശിക്കാനും സ്പർശിക്കാനും കാലവും ദേശവും ഒന്നും ഭക്തരെ ബാധിക്കുന്നില്ലെന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ്. ഭഗവാൻ പുഞ്ചിരിയോടെ ചോദിച്ചു, ഞാൻ വരുന്ന വിവരം ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു? കമ്പാലയിലെത്തിയപ്പോൾ സമയം രാത്രി 1:30 മണി. പക്ഷേ 2000-ലേറെ ഭക്തജനങ്ങൾ ഭജന പാടി സ്വാമിയെ കാത്തിരുന്നു. ഭഗവാൻ അവർക്കിടയിൽ കൂടി വളരെ സാവധാനം നടന്ന് കൃപാവർഷം ചൊരിഞ്ഞു. പലർക്കും വിഭൂതി സൃഷ്ടിച്ചു നൽകി. പിറ്റേ ദിവസം സ്ഥലം കാണാൻ ഡോക്ടർ പട്ടേൽ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അരുളി, എനിക്കൊന്നും കാണാനില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്, നിങ്ങൾ കാണുക. എനിക്ക് ഞാൻ ഉദ്ദേശിച്ചു വന്ന കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഈ വരികളുടെ ആഴം നാം മനനം ചെയ്ത് അറിയണം. എന്തായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഭഗവാന് അകമ്പടി സേവിച്ച ഒരു കോൺസ്റ്റബിളിന് യേശുവിൻ്റെ രൂപാങ്കിതമായ ലോക്കറ്റ് സ്വാമി സൃഷ്ടിച്ചു നൽകി. അയാളുടെ ആനന്ദവും അതിശയവും വാക്കുകളിലാക്കാൻ സാധ്യമല്ല. അതീവ പ്രേമത്തോടെ ദുഃഖിതരോടും ജിജ്ഞാസുക്കളോടും രോഗികളോടും ഭഗവാൻ സംസാരിച്ചു. തെരഞ്ഞെടുത്ത ചിലർക്ക് സൗഖ്യം നൽകി, ചിലർക്ക് അഭിമുഖം നൽകി. മുടന്തൻ നടന്നു, അന്ധൻ കണ്ടു, ഊമ സംസാരിച്ചു, ബധിരൻ കേട്ടു. സ്വാഹിലി ഭാഷയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സ്വാമി സംസാരിച്ചു. പിന്നീട് പലയിടത്തും യാത്ര ചെയ്ത് ഭഗവാൻ ദർശനം നൽകി. ഒരു യാത്രക്കിടയിൽ അവർ കണ്ട കാഴ്ച, ഒരു പെൺസിംഹം ജിറാഫിന്റെ നേർക്ക് അതിനെ പിടികൂടാനായി നടന്നു നീങ്ങുന്നു. അത് കണ്ട് പക്ഷികൾ ആപൽ സൂചന മുഴക്കി. അത് മനസ്സിലാക്കി ജിറാഫ് കാട്ടുപോത്തുകൾക്കും വരയൻ കുതിരകൾക്കും മാനുകൾക്കും മുന്നറിയിപ്പ് കൊടുത്തു. നിമിഷങ്ങൾക്കകം അവർ 4 പാടും ചിതറി ഓടി. പെൺസിംഹം ചുറ്റുപാടും മണത്ത് വിഷണ്ണയായി നിന്നു. ഭഗവാൻ ഈ രംഗം കണ്ട് അരുളി, മൃഗങ്ങളുടെ മനസ്ഥിതി കണ്ടുപഠിക്കൂ. മനുഷ്യർ അന്യോന്യം മത്സരിക്കുന്നു, സഹജീവികളെ വീഴ്ത്തി സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ കാട്ടുജന്തുക്കൾ പരസ്പരം സഹായിച്ച് സേവിച്ച് ജീവിതം നയിക്കുന്നു. വാ പിളർന്ന് വെയിലേറ്റ് കിടക്കുന്ന മുതലകളുടെ വായിൽ കയറി ചെറുപക്ഷികൾ പല്ലിനിടയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ നിർഭയം കൊത്തി തിന്നുന്നു. ഒരാൾക്ക് ഭക്ഷണം, മറ്റേയാൾക്ക് ദന്തശുചീകരണം. അത് കണ്ട് സ്വാമി സഹകരണത്തിന്റെ പാഠം പറഞ്ഞു കൊടുത്തു. യാത്രാസംഘം ആദ്യമായി ടെലിവിഷൻ കണ്ട വിസ്മയത്തിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു, മനുഷ്യരാശിക്കിടയിൽ ദുരന്തത്തിന്റെ ബീജങ്ങൾ വിതയ്ക്കാനേ TV ഉപകരിക്കൂ. ഇത്തരം പരിപാടികൾ മനുഷ്യ മനസ്സിലെ നന്മയെ തളർത്തും, തിന്മയെ വളർത്തും. ഈ ഉപകരണം ടെലിവിഷനല്ല, ടെലിവിഷമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1968 നടത്തിയ ഈ പ്രവചനം ഇന്ന് എത്ര സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. യാത്രാവേളയിൽ ഭഗവാനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ സ്വാമി ആത്മഗതമെന്ന വണ്ണം പറഞ്ഞു, ഇവർക്കെല്ലാം
ഞാൻ ഈ വഴി പോകുമെന്നുള്ള വിവരം ആരായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക? അവിടുത്തെ കാരുണ്യം കൊണ്ട് തന്നെയാണ് അവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത്. കസ്തൂരി അടങ്ങുന്ന സംഘം ഉടൻ തന്നെ ഭഗവാനോട് വിനയത്തോടെ പറഞ്ഞു. ഉഗാണ്ടയിലെ അന്നത്തെ കരസേനാ മേധാവി ഇദി അമീൻ, രാജ്യരക്ഷാ മന്ത്രി സി നോമ, ആഭ്യന്തരമന്ത്രി ഭട്ടാരിങ്കായി, IG ഒറിയേമ തുടങ്ങിയവർ ഡോക്ടർ പട്ടേലിന്റെ ഗൃഹത്തിൽ വന്ന് സ്വാമിയുടെ മഹിമ നേരിട്ട് കണ്ടു. റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഭഗവാനെ ആദരിക്കാൻ വന്നു. ചെറു സമ്മേളനങ്ങളിൽ പല ചോദ്യങ്ങളും ചോദിക്കപ്പെട്ടു. ഈശ്വരനുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? ബാബ ഉത്തരം പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ. ലോകത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ആ ചിന്തയിലൂടെ ഈശ്വരാനുഭൂതി നേടുവാൻ ശ്രമിക്കുവിൻ. ഞങ്ങൾ എങ്ങനെയാണ് സദാ ആനന്ദം അനുഭവിക്കുക? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആനന്ദത്തെ തേടുവിൻ. ആനന്ദത്തിന്റെ ഉറവിടമായ അനശ്വരമായ ആത്മാവ് തന്നെയാണ് നിങ്ങൾ. എല്ലാവരെയും സ്നേഹിക്കുവിൻ. എന്നാൽ നിങ്ങളെ ആരും വെറുക്കുകയില്ല. ആരും നിങ്ങളോട് അസൂയപ്പെടില്ല. ഡോക്ടർമാരോട് ഭഗവാൻ പറഞ്ഞു, അസൂയ ഡോക്ടർമാരുടെയും അഭിഭാഷകരുടെയും ഒരു പ്രത്യേക രോഗമാണ്. മറ്റൊരു ഡോക്ടർക്ക് കൈവരുന്ന സമ്പാദ്യത്തെയോ സൽപ്പേരിനെയോ പറ്റി സന്തോഷിക്കുക. നിങ്ങൾ ബിരുദ സ്വീകരണ സമ്മേളനത്തിൽ എടുത്ത വാഗ്ദാനങ്ങളെ ബഹുമാനിക്കുവിൻ. 7-ന് കമ്പാലയിലെ പൗരസമ്മേളനത്തിൽ ബാബ പ്രസംഗിച്ചു. പല രാജ്യക്കാരും വിവിധ ജാതി മതസ്ഥരുമായ ജനങ്ങളോട് ബാബ പറഞ്ഞു, ഒരേ രക്തം ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഒഴുകുന്നത് പോലെ ഒരേ ദൈവിക ശക്തി ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ജീവിത ക്ലേശങ്ങളിൽ കുടുങ്ങി എല്ലാവരിലുമുള്ള ഈശ്വരനെ മറക്കരുത്. വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വിശ്വവ്യാപ്തമായ ബന്ധത്തെ മാത്രം ശ്രദ്ധിക്കൂ. മാലയിലെ മുത്തുകളെ അവഗണിച്ച് അവയിൽ എല്ലാറ്റിലും കൂടി കടന്നു പോകുന്ന ദിവ്യമായ അനശ്വരമായ നൂലിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. മുസ്ലിം, പാഴ്സി, ക്രിസ്ത്യാനി, ബഹായി, ഹിന്ദു എന്നീ എല്ലാ മതസ്ഥർക്കും ഒരേപോലെ ഉത്തേജനവും സ്വീകാര്യമായിരുന്നു ഈ സന്ദേശം. കമ്പാലയിൽ മറ്റൊരു മഹാസമ്മേളനത്തിൽ സ്വാമി പ്രസംഗിച്ചു. ഈ കമ്പാലയിൽ പരിശുദ്ധവും സംതൃപ്തവും സന്തുഷ്ടവുമായ ജീവിതം ഉണ്ടാക്കി തീർക്കുവാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം എന്ന മുഖവുരയോടുകൂടി അതിനത്യാവശ്യമായ ധ്യാനത്തെയും പ്രേമത്തെയും പറ്റി ബാബ വിസ്തരിച്ച് പ്രസ്താവിച്ചു. പ്രേമമാണ് ശക്തി, പ്രേമമാണ് ആനന്ദം, പ്രേമമാണ് പ്രകാശം, പ്രേമമാണ് ഈശ്വരൻ. ജൂലൈ 10-ന് ഗുരുപൂർണിമ. ഗുരുപൂർണിമ നാളിൽ ഭഗവാൻ പുട്ടപർത്തിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഭഗവാൻ മടങ്ങാൻ പോകുന്ന വിവരം ആഫ്രിക്കയിൽ പരന്നു. ആയിരക്കണക്കിന് ആഫ്രിക്കക്കാരായ ഭക്തന്മാർ നിറമൊഴികളോട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇത്ര വേഗം ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ സന്ദേശം അടങ്ങിയ 100 കണക്കിന് കത്തുകൾ അവർ ബാബയ്ക്ക് കൈമാറി. ജനലിലൂടെ ഭക്തന്മാരുടെ ഈ പ്രേമ പാരവശ്യം കണ്ടുകൊണ്ടിരുന്ന കസ്തൂരി വിതുമ്പിക്കരഞ്ഞുപോയി. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഭഗവാൻ യാത്ര മാറ്റിവെച്ചു. ആ ദിവസം മുഴുവൻ സ്വാമി അവിടെ ദർശനം നൽകാൻ തുടങ്ങി. അന്ന് 25,000-ലേറെ ഭക്തജനങ്ങൾ ഭജനയിൽ പങ്കെടുത്തു. ജൂലൈ 14-ന് അതിരാവിലെ ഭക്തജനങ്ങൾ ഭഗവാൻ താമസിക്കുന്ന വസതിയിൽ തടിച്ചുകൂടി. അവർ ഭഗവാന് യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ സമയം 12:45-ന് ഭഗവാൻ സഞ്ചരിച്ച വിമാനം സാന്താക്രൂസ് വിമാനത്താവളത്തിൽ ഇറങ്ങി. അവതാര പുരുഷന്റെ ശാരീരിക തരത്തിലുള്ള ഒരേ ഒരു വിദേശയാത്ര അങ്ങനെ പൂർത്തീകരിച്ചു. വിപ്ലവകരമായ മാറ്റമാണ് അതിനുശേഷം ആഫ്രിക്കയിൽ അരങ്ങേറിയത്. ആയിരക്കണക്കിന് ആഫ്രിക്കക്കാർ പിന്നീട് പർത്തിയിൽ ദർശനത്തിനായി വന്നു. ഭഗവത് നിർദ്ദേശത്താൽ ആഫ്രിക്കക്കാരനായ വിക്ടർ കാനു എന്ന ഹൈക്കമ്മീഷണർ ഇംഗ്ലണ്ടിലെ പദവി ഉപേക്ഷിച്ച് ആഫ്രിക്കയിൽ സത്യസായി സ്കൂൾ ആരംഭിച്ചു. അതിലൂടെ ആയിരക്കണക്കിന് കുട്ടികളിൽ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിന് വിത്ത് വിതച്ചു. ആഫ്രിക്കൻ പര്യടന വേളയിൽ സ്വാമി പലരോടും ഉഗാണ്ട വിട്ടുപോകാൻ ഉപദേശിച്ചു. കാലാവധിയും അവിടുന്ന് പറഞ്ഞു. ചിലർ അനുസരിച്ചു, ചിലർ അത് പുച്ഛിച്ചു തള്ളി. ഏതായാലും ഭഗവാൻ മുന്നറിയിപ്പ് നൽകിയ കാലയളവിൽ ഇദി അമീൻ ഉഗാണ്ടയിലെ പ്രസിഡന്റായി. ഏഷ്യക്കാരോട് ഉടനടി രാജ്യം വിട്ടുപോകാൻ ഉഗ്രകൽപ്പന കൊടുത്തു. പലരുടെയും ജോലിയും ധനവും നഷ്ടപ്പെട്ടു. ഭഗവത് ശാസനം സ്വീകരിച്ചവർ മറ്റു പല രാജ്യങ്ങളിലും ഇതിനകം ചെന്ന് രക്ഷപ്പെട്ടിരുന്നു. അതിലൊന്നായിരുന്നു ഗാധിയ കുടുംബം. ഷിർദിസായിയുടെ കാലം മുതൽ ഭഗവത് കൃപയ്ക്ക് പാത്രമായ സുഹൃതികൾ. മാസങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിൽ നിന്ന് കസ്തൂരിക്ക് കിട്ടിയ ഒരു കത്തിലെ വരികൾ. എൻ്റെ സുഹൃത്ത്, ഭഗവാൻ നടന്നു പോകുമ്പോൾ
അവിടുത്തെ ഉടുപ്പിൽ സ്പർശിച്ചിട്ടുണ്ട്. ആ മഹാഭാഗ്യം കിട്ടിയ വ്യക്തി എന്നോട് പറഞ്ഞു, ദുഃഖമോചനത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. മറ്റൊരു കത്ത്: ഭഗവാനെ, എന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനുള്ള കരുത്ത് എനിക്ക് ഏകണമേ. വേറൊരു കത്ത്: എനിക്ക് വിഷമങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഞാൻ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് തുറക്കുന്നു, വായിക്കുന്നു. എനിക്ക് അതിൽ നിന്ന് ആശ്വാസവചനങ്ങൾ ലഭിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ ഒരിക്കൽ പ്രശാന്തി നിലയത്തിൽ വരും. ചിലപ്പോൾ കഴിഞ്ഞില്ലെന്നും വരാം. എന്തായാലും ഞാൻ എൻ്റെതായ വഴിയിലൂടെ ഈശ്വരനുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആഫ്രിക്കയിലെ ഭക്തന്മാരെയും സേവാദൾ അംഗങ്ങളെയും വളരെയേറെ ഭഗവാൻ പ്രശംസിച്ചു. കിഴക്കേ ആഫ്രിക്കൻ പര്യടനം അവിടുത്തെ ജനങ്ങളുടെ സദാചാരപരവും ആധ്യാത്മികവുമായ പുനരുദ്ധാരണത്തിന് വേണ്ടിയായിരുന്നു എന്ന് സ്വാമി പിന്നീട് വെളിപ്പെടുത്തി. ആഫ്രിക്കയിലെ സായി ലീലകൾ. സ്വാമിയുടെ ഉഗാണ്ട സന്ദർശന ശേഷം ഒരു ഭക്തൻ ഗാദിയയെ സന്ദർശിച്ച് അദ്ദേഹം ബാബയുടെ ഭക്തനായ കഥ പറഞ്ഞു. അദ്ദേഹം ഭാര്യയെ ഡോക്ടർ CG പട്ടേലിന്റെ കമ്പാലയിലുള്ള വസതിയിൽ കൊണ്ടുവിടാറുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും ബാബയെ കാണണമെന്ന വിചാരം ഉണ്ടായില്ല. തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന് സ്വാമിയുടെ അനുഗ്രഹം മൂലം പ്രമേഹ രോഗം മാറിയതറിഞ്ഞപ്പോൾ ദർശനത്തിന് ആഗ്രഹമായി. സ്വാമി തിരിച്ചു പോകുന്ന ദിവസം ദർശനത്തിനായി എൻഡബെ വിമാനത്താവളത്തിൽ പോകാൻ തീരുമാനിച്ചു. വിമാനത്താവളം 40 കിലോമീറ്റർ ദൂരത്താണ്. അതുകൊണ്ട് അദ്ദേഹം കഴിയുന്നത്ര വേഗം യാത്ര ചെയ്തു. അനേകം കാറുകൾ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചു വരുന്നതായി അദ്ദേഹം കണ്ടു. മടങ്ങി വരുന്ന ഒരു കാർ നിർത്തിച്ച് സ്വാമി സഞ്ചരിക്കുന്ന വിമാനം പുറപ്പെട്ടുവോ എന്ന് ചോദിച്ചു. പുറപ്പെട്ടു, കുറച്ചു നിമിഷം മുമ്പ്. ഇതായിരുന്നു മറുപടി. സ്വാമിയുടെ ദർശനം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെയധികം നിരാശനായി. അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ഓ ബാബ, ഞാൻ അവിടുത്തെ മഹത്വം അവസാന നിമിഷത്തിലാണ് അറിഞ്ഞത്. ഞാൻ തീരെ ഭാഗ്യമില്ലാത്തവനാണ്. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അവിടുത്തെ ദർശന ഭാഗ്യം എൻ്റെ വാതിൽപ്പടി വെച്ച് നഷ്ടപ്പെടുത്തിയല്ലോ. വിമാനത്താവളത്തിലേക്കുള്ള യാത്ര തുടരാൻ തന്നെ പശ്ചാത്താപത്തോടെ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ എത്തി സ്വാമി പുറപ്പെട്ടു പോയ ഗേറ്റ് തൊട്ട് ചുംബിക്കാം എന്നും തീരുമാനിച്ചു. അത്ഭുതം! അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയപ്പോൾ സ്വാമി സഞ്ചരിക്കുന്ന വിമാനം ഈസ്റ്റ് ആഫ്രിക്കൻ എയർലൈൻസ് ഉടൻ തിരിച്ച് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുണ്ടായി. അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം കണ്ണുനീരോടെ സന്തോഷത്തോടെ ബാബയെ ദർശിച്ചു. താമസിയാതെ തന്നെ വിമാനത്തിനുണ്ടായെന്ന് പറയപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് വിമാനം പുറപ്പെട്ടു. ഈശ്വരൻ സഞ്ചരിക്കുന്ന വിമാനത്തിന് തകരാറുണ്ടാകുമോ? സായി എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേൾക്കുന്നു. ഭക്തന്റെ ആത്മാർത്ഥമായ അചഞ്ചലമായ പ്രാർത്ഥനയ്ക്ക് പരിഹാരം നൽകുന്നു. ഇതല്ലാതെ എങ്ങനെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും? ഭഗവാൻ ബാബ വിതച്ച സമൂല പരിവർത്തനത്തിന്റെ വിത്ത് ആഫ്രിക്കൻ മണ്ണിൽ മുളച്ചു വളർന്നു. ഇന്നത് അതീവ ശോഭയേറിയ വൻ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആഫ്രിക്കക്കാർ പ്രേമ സന്ദേശ പ്രചാരകരായി സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. ഓം തത്സത്.